ഹേ ഗായ്സ്, അപ്പോൾ ഞാനിന്ന് ക്യാമ്പിന് പോവാണ് കേട്ടോ. ആനക്കാമ്പൊയിലാണ്. അപ്പോൾ അവിടെ എത്തി. അവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് കോഫി കുടിച്ചാണ്, കോഫിയും പപ്സും. അപ്പോൾ അവിടുത്തെ അക്വേറിയത്തിലൊക്കെ ഇങ്ങനെ ചുമ്മാ നോക്കിയിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെയുള്ള സ്ഥലങ്ങൾ കാണാനിറങ്ങിയാണ്. അപ്പോൾ അടിപൊളി ഒരു സ്ഥലത്തെത്തി. ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കുറച്ച് ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെയുള്ള പാലത്തിൻ്റെ മേലെ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയായിരുന്നു അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ തിരിച്ച് ക്യാമ്പിൽ തന്നെ എത്തി. അങ്ങനെ ചായ കുടിച്ചും പിന്നെ രാത്രി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത ദിവസമായപ്പോൾ യോഗയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ മൊത്തത്തിലൊരു. പിന്നെ ചായയെല്ലാം കുടിച്ചു. അങ്ങനെ ചായ കുടിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു പരിപാടി നടക്കാൻ പോവാണ്, ഒരു ക്ലാസ്സാണ്. അതിന് ശേഷം ഭക്ഷണം കഴിച്ചു. പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നു, മഴയത്ത് എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന് ശേഷം നാടൻ പാട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നാടൻ പാട്ടിന് ശേഷം വീണ്ടും ഒരു ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് അടുത്ത ദിവസമാണ്. ഇന്ന് ഞങ്ങളിപ്പോൾ ഒരു പാവ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സാറ് ഞങ്ങൾക്ക് പാവ കളിയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളും ഇങ്ങനെ ഇതേപോലെ പാവകളൊക്കെ ഉണ്ടാക്കി. നല്ല രസമായിരുന്നു. പിന്നെ രാത്രിയായപ്പോൾ പരിപാടികളുണ്ടായിരുന്നു, ഡാൻസൊക്കെ ആയിട്ട്. നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ രാവിലെ ഞങ്ങളിപ്പോൾ നടക്കാൻ ഇറങ്ങിയതാണ് അടുത്തുള്ള ഈ ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ ഇവിടെ എല്ലാവരും ചില്ല് ചെയ്യാണ് ഇവിടെ ഇരുന്നിട്ട്. ഇപ്പോൾ അന്താക്ഷരിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ പാട്ടൊക്കെ പാടി. എല്ലാവരും ഇതിപ്പോൾ ഞാൻ എൻ്റെ ജൂനിയേഴ്സിൻ്റെ കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ക്യാമ്പിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരുന്നു ഞാൻ ജൂനിയേഴ്സിൻ്റെ കൂടെ വന്നത്. പിന്നെ രാത്രി അവിടെ ഒരു സ്ഥലത്ത് ഉത്സവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അടുത്ത ദിവസം രാവിലെയായി. ഞങ്ങളിപ്പോൾ ഒരു ഔട്ടിങ്ങിന് പോവാണ്. KSRTC ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ഥലത്തെത്തി. ഇപ്പോൾ ഇതാണ് സ്ഥലം. ഇവിടെ ഫുൾ ഇങ്ങനത്തെ ഒരു ഓരോ സ്ഥലങ്ങളാണല്ലോ ഉള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ ഞാനങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയില്ല, എനിക്ക് പേടിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഡേഞ്ചറാണെന്നും. പിന്നെ ഇങ്ങനെ മീനൊക്കെ നോക്കി. പിന്നെ ഞങ്ങളിപ്പോൾ നടന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ വേറൊരു സ്ഥലത്തെത്തി. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് ആ സ്ഥലം. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.